നമസ്കാരം. തിരുമന്ത്ര മാലയിലേക്ക് സ്വാഗതം. 28ാമത് മന്ത്രം. ഇണങ്ങി നിன்றாൻ എങ്കുമാകി നിன்றாനും പിണങ്ങി നിன்றாൻ പിൻമുൻ ആകി നിன்றாനും ഉണങ്ങി നിன்றாൻ അമരാപതിനാഥൻ വണങ്ങി നിன்றாർക്കേ വഴിത്തുണൈ ആമേ. മനം നിറഞ്ഞു നിൽക്കുന്നവനും രക്ഷകനായും ശിക്ഷകനായും നിസ്സംഗനായും അമരർക്ക്, അതായത് ദേവതകൾക്ക് നായകനായും ഉള്ള എൻ്റെ നാഥനെ വണങ്ങുന്നവർക്ക് അവൻ വഴിത്തുണയാകും, അഥവാ വഴികാട്ടിടും എന്നർത്ഥം. ത്രിനേത്രനും നാഗവിഭൂഷണനും ചന്ദ്രകലാധരനും ത്രിശൂലപാണിയും പുലിത്തോൽധാരിയുമായ ഉമാപതി ശിവശങ്കരൻ ഭക്ത മാനസങ്ങളിലെ സാധാരണമായുള്ള ശിവരൂപം. ദേവതാ സങ്കല്പങ്ങളും രൂപത്തെ അധിഷ്ഠാനപ്പെടുത്തിയാണ് കൽപ്പന ചെയ്യാറുള്ളത്. എന്നാൽ ശൈവ സമ്പ്രദായത്തിൽ മാത്രം ഇതിൽ നിന്നും വ്യത്യസ്തമായി 3 നിലകളിൽ ശിവനെ സമീപിക്കുന്നതായി കാണാം. രൂപം, അരൂപരൂപം, അരൂപം എന്നതാണ് ഈ 3 നിലകൾ. ഇവിടെ രൂപധ്യാനം ഭക്തിയുടെ ആദ്യ ചുവടുകളാണ്. ഇവകൾ പ്രധാനമായും പാർവതി പരമേശ്വരനായിക്കൊണ്ട് ഇരിക്കുന്ന രൂപവും കൂടാതെ നടരാജ രൂപത്തിലും അർദ്ധനാരീശ്വരനായും അപൂർവമായി ദക്ഷിണാമൂർത്തി രൂപത്തിലും ഇവയൊക്കെയാണ് സാധാരണയായുള്ള ശിവരൂപ സങ്കല്പങ്ങൾ. അരൂപരൂപം എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ശിവലിംഗത്തെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു രൂപം എടുത്തു പറയുവാൻ പറ്റുന്നില്ല. ശിവലിംഗങ്ങൾക്ക് പല ഭാവങ്ങൾ കൽപ്പിക്കപ്പെട്ട് നൽകാറുണ്ടെന്ന് മാത്രം. ഇനി അടുത്തത് അരൂപം. ഇത് ഉയർന്ന നിലയാണ്. ഇതിനെ പ്രാപിക്കലാണ് യോഗലക്ഷ്യം. യോഗി വീക്ഷിക്കുന്ന ശിവൻ എന്താണെന്ന് അറിയണമെങ്കിൽ തന്നെ യോഗശാസ്ത്രത്തിൽ സാമാന്യം നല്ല ഒരു അവബോധം ആവശ്യമായി വരുന്നു. കപാല ഗുഹയിൽ മസ്തിഷ്ക അന്തരാളത്തിൽ പ്രതിഷ്ഠിതമായ ബിന്ദുവിൽ ആണ് ശിവൻ കുടികൊള്ളുന്നത്. മൂലാധാരസ്ഥിതമായ കുണ്ടലിനി ശക്തി ഷഡാധാരങ്ങളെയും കടന്ന് സഹസ്രദളത്തിൽ ശിവങ്കൽ സമ്മിളിതമാവുമ്പോൾ സായുജ്യാനുഭൂതി അനുഭവിക്കുന്ന യോഗി എന്ന് യോഗശാസ്ത്രം. അഖണ്ഡ ബ്രഹ്മചര്യം പാലിച്ച് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് മനസ്സിനെ സമനിലയിൽ ഉറപ്പിച്ച് പ്രാണായാമാദി യോഗക്രിയകളിലൂടെ അമൃതനിലയെ പ്രാപിക്കുന്ന യോഗി ജരാനരകൾക്ക് അതീതനായി മരണത്തെ പ്രവചിക്കുവാനും മരണത്തെ തടയുവാനുമുള്ള മേധാശക്തി കൈവരിച്ച് ശിവസ്വരൂപമായി മാറുന്നു. ഈ നില പ്രാപിക്കലാണ് തിരുമന്ത്ര ലക്ഷ്യം. അതിലേക്കുള്ള പ്രവേശനം അഷ്ടാംഗയോഗമെന്ന മാർഗത്തിലൂടെയാണ് ഉള്ളത്. അഷ്ടാംഗയോഗം എന്നത് യോഗമാർഗത്തിൻ്റെ 8 പടവുകളെ കുറിക്കുന്നു. അവകൾ യമം, നിയമം, ആസനം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇവയാണ് യോഗത്തിൻ്റെ 8 തലങ്ങൾ. ഇതിൽ ഒന്നാമത്തേതായ യമം എന്നത് ആത്മനിയന്ത്രണത്തിന് വേണ്ടതായ ചില ജീവിതക്രമങ്ങൾ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ഇവ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ
അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, ദയ, സാരജ്യം, ക്ഷമ, ധൈര്യം, മിതാഹാരം, പരിശുദ്ധി, ഇങ്ങനെ 10 വിധം. ഇവകൾക്ക് ശേഷം രണ്ടാമത്തെ അംഗമായി പറയുന്നത് നിയമം എന്നതാണ്. തപസ്, സന്തോഷം, ആസ്തിക്യം, ദാനം, ഈശ്വര പൂജനം, സിദ്ധാന്ത ശ്രവണം, ലജ്ജ, മതി. മതി എന്നാൽ വേദമാർഗങ്ങളിൽ ശ്രദ്ധ എന്നാണ് അതിനർത്ഥം. ജപം, വ്രതം എന്നിങ്ങനെ 10 നിയമങ്ങൾ. യമനിയമങ്ങൾ പാലിക്കപ്പെടുക എന്നതാണ് യോഗമാർഗത്തിൽ സഞ്ചരിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ പ്രാഥമിക യോഗ്യതയായി കണക്കാക്കപ്പെടുന്നത്. അഷ്ടാംഗയോഗത്തിൽ 3-ാമതായി വരുന്നത് ആസനങ്ങൾ എന്നതാണ്. ആസനങ്ങൾ നിരവധിയുണ്ട് എങ്കിലും അവകളിൽ പ്രധാനമായും 9 ഇവിടെ എടുത്തു പറയുന്നു. സ്വസ്തികാസനം, ഗോമുഖാസനം, പത്മാസനം, വീരാസനം, സിംഹാസനം, ഭദ്രാസനം, മുക്താസനം, മയൂരാസനം, സുഖാസനം. ഇവയിൽ അതിപ്രധാനമായിട്ടുള്ളത് 4. സിദ്ധാസനം, ഭദ്രാസനം, സിംഹാസനം, പത്മാസനം. ഇവയിൽ ഒരെണ്ണമെങ്കിലും സ്വായത്തമാക്കിയാൽ മാത്രമേ അഷ്ടാംഗയോഗത്തിൻ്റെ 4-ാം അംഗമായ പ്രാണായാമത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. 4-ാമതംഗം പ്രാണായാമം. 5-ാമതായി പ്രത്യാഹാരം. വിഷയബന്ധിതമായ ഇന്ദ്രിയങ്ങളെ മനോനിയന്ത്രണങ്ങളിലൂടെ പിൻവലിക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന ക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ രീതിയിലുള്ള പ്രാണായാമ മുറകളിലൂടെയാണ് യോഗത്തിൽ പ്രത്യാഹാരം സിദ്ധമാക്കേണ്ടത്. പ്രാണായാമങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയുന്നതാണ്. ശ്രീവിദ്യയിൽ ഈ പ്രക്രിയ അംഗന്യാസം എന്നൊരു വിധാനമുണ്ട്. അതിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. ഈ പ്രത്യാഹാര നിലയെയാണ് ദേവീ മാഹാത്മ്യത്തിൽ കവച മന്ത്ര സ്ത്രോത്രങ്ങൾ കൊണ്ടും ലഭ്യമാക്കപ്പെടുന്നത്. അടുത്തത് ധാരണ. പഞ്ചഭൂത ധ്യാനം ഇതിനായി കൂടുതലായി ഉപയോഗിക്കുന്നു, ധാരണയെ പ്രാപിക്കാൻ വേണ്ടി. 7-ാമതായി ധ്യാനം. ധ്യാനം 2 വിധമുണ്ട്, സഗുണ ധ്യാനവും നിർഗുണ ധ്യാനവും. സഗുണ ധ്യാനമാണ് ഇഷ്ടദേവതാ പൂജനം. നിർഗുണ ധ്യാനം എന്നത് ആത്മസ്വരൂപ ധ്യാനം തന്നെ. 8-ാമത്തെ അംഗം സമാധി. സമനിലയിൽ മനസ്സിനെ ഏകീകരിച്ച് ജീവാത്മ പരമാത്മ ഐക്യാനുഭൂതി തലം കൈവരിക്കൽ. ഇവകളെ ക്രമമായി അനുഷ്ഠിക്കുന്ന വിധം തിരുമന്ത്രത്തിൻ്റെ 3-ാം തന്ത്രമായ യോഗം എന്ന ഭാഗത്ത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ ഇവകളുടെ ക്രിയാമാർഗങ്ങൾ വിശദീകരിക്കുന്നതാണ്. ഇനി അടുത്ത മന്ത്രം. കാണനിലായി അടിയേർക്ക് ഉറവു അറ്റുളർ നാണകിലൻ ഉനൈനൻ തഴുവിക്കൊള കോനനിലാത ഗുണത്തു അടിയാർ മണത്തു അണിയൻ ആകി അമർന്നു നിன்றானே. എല്ലായ്പ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കത്തക്ക വിധത്തിൽ അങ്ങ് എൻ്റെ ഉള്ളിൽ സദാ നിറഞ്ഞു നിന്നാലും കുറ്റങ്ങൾ അറ്റ എൻ്റെ മനസ്സിൽ ഞാൻ നിന്നെ കുടിയിരുത്തിയിരിക്കുകയാണല്ലോ. ഇത് ദേവനിൽ ശരണാഗതി പ്രാപിച്ച ഒരു ഭക്തൻ്റെ അതിതീവ്രമായ ആരാധനയെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി 30-ാമത് മന്ത്രം. വാനിன்று അழைക്കും മഴை പോൽ ഇறைവനും
താൻ നിன்று അழைക്കും കൊൽ എന്നു തയങ്ങുവാൻ ആൻ നിன்று അழைക്കും അതുപോൽ എൻ നന്ദിയെ നാൻ നിன்று അழைപ്പതു ജ്ഞാനം കരുതിയേ. വാനിൽ താനെ മഴ പെയ്യും പോലെ ഭഗവാൻ നമ്മിൽ അനുഗ്രഹവർഷം ചൊരിയുമോ എന്ന് നനച്ചിടുമ്പോൾ തന്നെ നമ്മെ ജ്ഞാനപ്പാലൂട്ടും ദേവനും അങ്ങല്ലയോ എന്ന് മന്ത്രാർത്ഥം. ശേഷം ഭാഗം അടുത്തതിൽ. നമസ്കാരം.